അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട മശ്ഹൂദ് തങ്ങളടക്കമുള്ള സാദാത്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ മഹിബ്യങ്ങളാകുന്ന അൽഹംദുലില്ലാഹ് തങ്ങൾ ഉസ്താദിന്റെ ആദ്യത്തെ ഉറൂസിന്റെ സമാപനം എന്നോളം നാളെ തവറുക്ക് അന്നദാനം നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ 3 ദിവസത്തോളം നീണ്ടുനിന്ന ഉറൂസ് പരിപാടിയിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷിക്കുമാർ വിധത്തില് ഒരുപാട് ആലിമീങ്ങളും ഉമറാക്കളും പ്രതീക്ഷിച്ചതിലുപരി എല്ലാവരും മഹത്തായ ഉറൂസ് പരിപാടിയിലെത്തുകയും നമ്മെ ആശീർവദിക്കുകയും ചെയ്തു. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല. 33 വർഷത്തെ ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ ഖുറത്ത് അൽ ഫസൽ ജുമാ മസ്ജിദിലെ ഖതീബായുള്ള സേവനത്തിന് ശേഷം ഈ നാട്ടുകാർക്ക് സമ്മാനമായി അവിടുത്തെ മക്ബറ ഈ നാട്ടിൽ തന്നെ നിലകൊള്ളുന്നു എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ആദ്യത്തെ ഉറൂസിന്റെ മുബാറക്കിൽ തന്നെ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട് തങ്ങൾ ഉസ്താദ് ഹയാത്തിലുള്ളതിനേക്കാൾ ഉപരി നിയന്ത്രിക്കുന്നത് അവിടുത്തെ ആത്മീയമായ നോട്ടത്തിലൂടെ എന്നുള്ളതിനൊരു സാക്ഷിയാണ് ഉറൂസ് മുബാറക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഉത്തരോത്തരമായി നമ്മുടെ ഖുറത്ത് നാട്ടിലേക്ക് ഉറൂസ് പരിപാടിയിലേക്ക് തന്നെ ഞങ്ങളൊക്കെ തങ്ങൾ ഉസ്താദിന്റെ കൂടെ കുറെ കാലം കൊണ്ട് നടന്നപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പുതുമുഖങ്ങളാണ്. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിനെ ലോകമെമ്പാടും അറിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ അറിയാനുണ്ട്. ഒരുപാട് ആളുകൾ അറിഞ്ഞുകൊണ്ട് പുതിയ ഒരുപാട് മുഖങ്ങളെയാണ് ഞാനടക്കമുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഖുറത്തു സാദാത്ത് എന്നുള്ളൊരു വലിയ ഒരു അത്ഭുതം തന്നെ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു നോക്കാൻ വേണ്ടി ഈ കുഗ്രാഗമാകുന്ന ഖുറത്തേക്ക് ജനലക്ഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ആശീർവാദം മാത്രമാണ്. അവിടുത്തെ ഹദ്റത്തിൽ ചെന്നുകൊണ്ടുള്ള ആ ഒരു പുണ്യം കരസ്ഥമാക്കാൻ മാത്രമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുറത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആരിലും ഒരു വ്യത്യാസമില്ലാത്ത രൂപത്തില് എത്രയോ ആലിമീങ്ങൾ ഇവിടെ പ്രസംഗിച്ചു. തങ്ങൾ ഉസ്താദിന് ആരുടെയും മുമ്പ് നോക്കിയുള്ള ഒരു വ്യത്യാസം വേർതിരിക്കലില്ല. ഞങ്ങളൊക്കെ കണ്ടതാണ്. ഒരു മുസ്ലിമീങ്ങൾ ക്യൂ ആയി നിൽക്കുമ്പോഴും മുസ്ലിമീങ്ങൾ ക്യൂ ആയി വെള്ളത്തിൽ നിൽക്കുമ്പോഴും ഒരു മുസ്ലിമിന് പ്രത്യേക ഒരു പരിഗണന, അമുസ്ലിമിന് അതിനേക്കാൾ പ്രത്യേകമായ ഒരു പരിഗണന അതൊന്നുമില്ല. മുമ്പിലിരിക്കുന്ന എല്ലാവരെയും ഒരേ നോക്കിലൂടെ കണ്ടുകൊണ്ട് ഒരു മുസ്ലിമിന് ഏത് പ്രകാരമാണ് അവിടുത്തെ മന്ത്രിച്ചു കൊടുക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഒരു അമുസ്ലിമിനെയും ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് തങ്ങളവരുകൾ വിടുകയാണ്. അതിന്റെ കാരണമായിക്കൊണ്ടാണ് ഇന്ന് ഉറൂസ് പരിപാടി നടക്കുമ്പോ ഇവിടെ വന്നവർക്കൊക്കെ പറയാനുള്ളത് തങ്ങൾ ഉസ്താദിന് ഈ മുസ്ലിം സമൂഹത്തിന് തങ്ങൾ ഉസ്താദ് നൽകിയ സന്ദേശം അത് വെറും മുസ്ലിമീങ്ങൾ പാലിക്കേണ്ടത് മാത്രമല്ല. ഞാൻ കുറെ കൊല്ലം ഞങ്ങളൊക്കെ ഈ പള്ളിയിൽ സേവനം ചെയ്യുമ്പോ ഈ നാട്ടിലുള്ള മുഴുവൻ അമുസ്ലിമീങ്ങളും തങ്ങൾ ഉസ്താദിന്റെ ദർബാറിൽ വന്നുകൊണ്ട് അവിടുത്തെ ആശീർവാദം വാങ്ങിക്കൊണ്ട് അവിടുന്ന് വെള്ളം മന്ത്രിച്ചുകൊണ്ട് പോകുന്നത് നിത്യമായുള്ള കാഴ്ചയായിരുന്നു. ഇനിയും അവിടുത്തെ മദാറ് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വലിയൊരു അത്താണിയായി അല്ലാഹു ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ ഉസ്താദിന്റെ എല്ലാ മദദും നളറും നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മശ്ഹൂദ് തങ്ങൾ ഉസ്താദിന്റെ ഭക്തി നിർബലമായ പ്രാർത്ഥനയാണ് നടക്കാനുള്ളത്. എല്ലാവരും ആ കശാലയിൽ വന്നിരുന്ന് ഇൻഷാ അല്ലാഹ് സമാപന പരിപാടി വളരെ ഭംഗിയായി നമുക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് ധന്യമാക്കണം. എല്ലാവരെയും ആ സദസ്സിലേക്ക് ഒന്നും കൂടി ക്ഷണിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നമ്മളെ പരിപാടിക്ക് നേതൃത്വം നൽകുകയാണ്.